Hi, good morning, students. നമ്മൾ ഇന്ന് ഫ്ലൂയിഡ് മെഷീനറിയിലെ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിനെ കുറിച്ചുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ഇൻട്രഡക്ഷനെ ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ അവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ വർക്കിംഗ്, അതിൻ്റെ പാർട്സ്, അതുപോലെ തന്നെ വിത്തൗട്ട് ക്ലിയറൻസ് വോളിയം, വർക്ക് റിക്വയർഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേതാണ് മീൻ എഫക്റ്റീവ് പ്രഷർ. എന്താണ് മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തറ്റിക്കൽ ആവറേജ് പ്രഷർ which if acted on the piston during the entire compression stroke will require the same power input as required during the actual cycle. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതും വരെ നമ്മൾ കൊടുക്കുന്ന കംപ്രഷൻ പ്രോസസ് കൊടുക്കുന്ന ആവറേജ് പ്രഷറിനെയാണ് നമ്മൾ പറയുന്നത്. സെയിം പവർ കൺസ്യൂം ചെയ്തുകൊണ്ട് ആ കംപ്രഷൻ സ്ട്രോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആവറേജ് പ്രഷറിനെയാണ് നമ്മൾ മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഹൗ ക്യാൻ ബി ഡിറ്റർമൈൻ ദ മീൻ എഫക്റ്റീവ് പ്രഷർ? മീൻ എഫക്റ്റീവ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡ് ബൈ സെപ്റ്റ് വോളിയമാണ്. സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സെപ്റ്റ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന വോളിയത്തിനെയാണ്. ഓക്കെ, നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ്. റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ പിസ്റ്റണിനുള്ളിലൂടെ സിലിണ്ടറിൻ്റെ ഉള്ളിലൂടെ പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ആ ഒരു വോളിയത്തിനെയാണ് നമ്മൾ സെപ്റ്റ് വോളിയം അല്ലെങ്കിൽ സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, so in order to find the mean effective pressure, we have to take the ratio of work input and sept volume. Okay, work input divided by sept volume is called the mean effective pressure. Then മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേം ആണ് ഇൻഡിക്കേറ്റീവ് പവർ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? The indicated power, it is a work done on the air per unit time is called the indicated power input to the compressor. അപ്പോൾ ഒരു കംപ്രസറിൽ എയർ കംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന വർക്ക്, യൂണിറ്റ് ടൈമിൽ കൊടുക്കുന്ന വർക്കിനെ, ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ഇൻപുട്ട് പെർ സൈക്കിൾ ഇൻറ്റു നമ്പർ ഓഫ് സൈക്കിൾ പെർ മിനിറ്റ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ടൈമിൽ എത്ര സൈക്കിൾ ഉണ്ടെന്ന് നോക്കുക, ആ നമ്പർ ഓഫ് സൈക്കിൾ ഇൻറ്റു വർക്ക് ഇൻപുട്ട് പെർ സൈക്കിൾ, അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇൻഡിക്കേറ്റഡ് പവർ ഐ പി ഇസ് ഇക്വൽ ടു ഡബ്ല്യു ഇൻ ഇൻറ്റു എൻ കെ ബൈ 60. അവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ റൊട്ടേറ്റിംഗ് സ്പീഡാണ്, എൻജിൻ റൊട്ടേറ്റിംഗ് സ്പീഡാണ്. ഇവിടെ കെ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ആണ്. ഓക്കെ, നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് എൻ ബൈ 60. അപ്പോൾ ഇത് നമ്മൾ 60 ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPM സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. ഫ്രം ആൻ ഇൻഡിക്കേറ്റഡ് ഡയഗ്രാം, ഇത് നമ്മൾ ഇൻഡിക്കേറ്റഡ് പവർ നമ്മൾ തിയററ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ദെൻ ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കുന്നത്? ദ ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻറ്റു സെപ്റ്റ് വോളിയം റേറ്റ്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിനകത്ത് നിന്ന് നമുക്ക് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷർ കിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി മീൻ എഫക്റ്റീവ് പ്രഷർ ഇൻറ്റു LAN K by 60. അങ്ങനെയാണ് നമ്മൾ ഇൻഡിക്കേറ്റഡ് ഡയഗ്രത്തിൽ നിന്ന് ഇൻഡിക്കേറ്റഡ് പവർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ W ഇൻ എന്ന് പറഞ്ഞാൽ ഇൻഡിക്കേറ്റഡ് പവറാണ്, ഇൻഡിക്കേറ്റഡ് വർക്ക് പെർ സൈക്കിളാണ്. PMI എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് മീൻ എഫക്റ്റീവ് പ്രഷറാണ്. ദെൻ L എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ π/4d², D എന്ന് പറയുന്നത് സിലിണ്ടർ ബോറാണ്, N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ്. ഓക്കെ, ദെൻ K എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സെക്ഷൻ പെർ റെവല്യൂഷൻ ഓഫ് എ ക്രാങ്ക് ഷാഫ്റ്റ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ആക്ടിങ് ആണെങ്കിൽ K എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അതേപോലെ ഡബിൾ ആക്ടിങ് ആണെങ്കിൽ K എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. ഓക്കെ, അതായത് ഒരു റെവല്യൂഷനിൽ എത്ര സെക്ഷൻ ഉണ്ടെന്നാണ് നമ്മൾ K കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ് ആണെങ്കിൽ K 1 ആയിരിക്കും, ഡബിൾ ആക്ടിങ് ആണെങ്കിൽ 2 ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത് എന്താണ്? ബ്രേക്ക് പവർ, ഇറ്റ് ഈസ് ആക്ച്വൽ പവർ, ബ്രേക്ക് പവർ or shaft power input to the compressor is more than the indicated power because some work is required to overcome the irreversibility and mechanical friction effect. അപ്പോൾ നമ്മൾ കംപ്രസർ ഇലക്ട്രിക് മോട്ടറിൽ നിന്നും കംപ്രസറിലേക്ക് ആക്ച്വലി നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ട്, പ്രൊവൈഡ് ചെയ്യേണ്ട
പവറിനെയാണ് നമ്മൾ ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രേക്ക് പവറാണ് ദെൻ ഇൻഡിക്കേറ്റഡ് പവറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രേക്ക് പവർ ഇൻഡിക്കേറ്റഡ് പവർ നമ്മുടെ ഡിഫറൻസ് ആണ് ആക്ച്വലി ഇറിവേഴ്സിബിലിറ്റീസ് ആൻഡ് മെക്കാനിക്കൽ ലോസസ്, ഫ്രിക്ഷണൽ ലോസസ് ആയിട്ട് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബ്രേക്ക് പവർ ഈസ് ഈക്വൽ ടു ഇൻഡിക്കേറ്റഡ് പവർ പ്ലസ് ഫ്രിക്ഷണൽ പവർ. ഓക്കെ, ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ എയറിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പവറാണ് ഇൻഡിക്കേറ്റഡ് പവർ. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും ഫ്രിക്ഷണൽ പവറിൻ്റെയും കൂടെ സമ്മാണ് ആക്ച്വലി എന്ത്? ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. Then now we have to determine the mechanical efficiency. എന്താണ് മെക്കാനിക്കൽ എഫിഷ്യൻസി? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ലോസസിനെ ഇൻക്ലൂഡ് ചെയ്യുന്ന എഫിഷ്യൻസിയാണ് മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ മെക്കാനിക്കൽ എഫിഷ്യൻസി ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ഇൻഡിക്കേറ്റഡ് പവർ ബൈ ബ്രേക്ക് പവർ. അപ്പോൾ ഇൻഡിക്കേറ്റഡ് പവറിൻ്റെയും ബ്രേക്ക് പവറിൻ്റെയും കൂടെ റേഷ്യോയ്ക്കാണ് നമ്മൾ ആക്ച്വലി എന്ത് പറയാം? മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയാം. ഓക്കെ, ദ ബ്രേക്ക് പവർ ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡ്രൈവിംഗ് മോട്ടോർ ഓർ എൻജിൻ. ദ ഇൻപുട്ട് ഓഫ് ദ ഡ്രൈവിംഗ് മോട്ടോർ ക്യാൻ ബി എക്സ്പ്രസ് ആസ്. അപ്പോൾ ഡ്രൈവിംഗ് മോട്ടറിൻ്റെ നിന്ന് വരുന്ന ഇൻപുട്ട് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ദ മോട്ടോർ പവർ ഇസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് മോട്ടോർ ആൻഡ് ഡ്രൈവ്. അപ്പോൾ ഈ മെക്കാനിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മുടെ കംപ്രസറിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ ഇൻപുട്ടായിട്ട് ഒരു മോട്ടർ അല്ലെങ്കിൽ എൻജിൻ, ഇലക്ട്രിക് മോട്ടർ അല്ലെങ്കിൽ എൻജിൻ കൊടുക്കണം. അപ്പോൾ ആ എൻജിനിൽ നിന്ന് ആ മോട്ടറിൻ്റെ മെക്കാനിക്കൽ എഫിഷ്യൻസിയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ ട്രാൻസ്ഫർ, അത് കപ്ലിംഗ് എഫിഷ്യൻസിയാണ് ആക്ച്വലി ഇവിടെ വരിക. ഓക്കെ, ദ മോട്ടർ പവർ ഈസ് ഈക്വൽ ടു ഷാഫ്റ്റ് പവർ ഡിവൈഡഡ് ബൈ മെക്കാനിക്കൽ എഫിഷ്യൻസി ഓഫ് മോട്ടോർ ആൻഡ് ഡ്രൈവ്. ദെൻ ഈ കംപ്രസറിലേക്ക് നമ്മൾ ഇൻപുട്ടായിട്ട് വർക്ക് കൊടുക്കുകയാണ്. സോ ബിക്കോസ് സിൻസ് compressor is a work consuming device, so in order to minimize the compressor work, അപ്പോൾ എനർജി കൺസപ്ഷൻ കുറയ്ക്കാൻ എങ്ങനെയൊക്കെയാണ് നമുക്കൊരു കംപ്രസറിലേക്ക്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിലേക്കുള്ള ഇൻപുട്ട് പവർ കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഒന്നാമത്തെ കേസ് ഇതാണ്. ദ കംപ്രഷൻ ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ഇന്റേണലി റിവേഴ്സിബിൾ മാനർ, ദാറ്റ് ഈസ് മിനിമൈസിങ് ഇറിവേഴ്സിബിലിറ്റീസ്. ഓക്കെ, അപ്പോൾ ഐഡിയൽ പ്രോസസ്സുകളാക്കുക. ഓക്കെ, ഇന്റേണൽ ഫ്രിക്ഷൻസ് കുറയ്ക്കുക, വിസ്കസ് അങ്ങനെയുള്ള ഈ റെസിസ്റ്റീവ് ഫോഴ്സിൻ്റെ എഫക്റ്റുകൾ നമ്മൾ കുറയ്ക്കണം. അതിനെയാണ് നമ്മൾ കംപ്രഷൻ എക്സിക്യൂട്ടഡ് ഇൻ ഇന്റേണലി റിവേഴ്സിബിൾ മാനർ എന്ന് പറയുന്നത്. ഓക്കെ, റിവേഴ്സിബിൾ പ്രോസസ് ആക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, കീപ് ദ സ്പെസിഫിക് വോളിയം ഓഫ് ദ ഗ്യാസ് ആസ് സ്മോൾ ആസ് പോസിബിൾ ഡ്യൂറിങ് ദ കംപ്രഷൻ പ്രോസസ്. അപ്പോൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് വോളിയം പെർ കിലോഗ്രാം, ഒരു കിലോഗ്രാം എയറിൻ്റെ വോളിയം എത്രയാണ്, അതിനാണ് നമ്മൾ സ്പെസിഫിക് വോളിയം. അപ്പോൾ സ്പെസിഫിക് വോളിയം ഏറ്റവും കുറച്ച് വെച്ച് കഴിഞ്ഞാൽ അത്രയും നമുക്ക് വർക്ക് ഇൻപുട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻ ഓർഡർ ടു അച്ചീവ് ബൈ കീപ്പിംഗ്, അപ്പോൾ ഈ സ്പെസിഫിക് വോളിയം നമുക്ക് എങ്ങനെയാണ് കുറവായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ബൈ കീപ്പിംഗ് ദ ഗ്യാസ് ടെമ്പറേച്ചർ ആസ് ലോ ആസ് പോസിബിൾ ഡ്യൂറിങ് ദ കംപ്രഷൻ. അപ്പോൾ കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എയറിൻ്റെ ടെമ്പറേച്ചർ ഏറ്റവും മിനിമൈസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമുക്ക് ഈ കംപ്രസർ വർക്ക് മിനിമൈസ് ചെയ്യാനുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സിൻസ് ദ സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ, ദെർഫോർ the cooling arrangement is provided on the compressor to cool the gas during the compression. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർമലി കാണുന്ന കംപ്രസറിൻ്റെ ഒക്കെ പുറത്ത് ഫിൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവം ഉണ്ടാവും. നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ എൻജിനിലുള്ള പോലെ തന്നെ ഈ കംപ്രസറിൻ്റെ സിലിണ്ടറിൻ്റെ പുറത്തും ഫിൻസ് ഉണ്ടാവും. ഫിൻ എന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി കംപ്രസർ വർക്ക് മിനിമൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് പ്രോസസ്സുകളാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഏതൊക്കെ രീതിയിൽ, അതായത് ഒരു വർക്ക് ഓഫ് കംപ്രഷൻ നോർമലി വരുന്ന 3 ടൈപ്പാണ്. ഒന്ന് കംപ്രഷൻ പ്രോസസ് ആസ് എ പോളിട്രോപിക് പ്രോസസ്, ഏറ്റവും പുറത്ത് നമ്മൾ കാണുന്നത് ഇത് അഡിയാബാറ്റിക് പ്രോസസ്, PV റേസ് ടു ഗാമ ഇസ് എ കോൺസ്റ്റന്റ്. ദെൻ രണ്ടാമത് നമ്മൾ കാണിക്കുന്നത് PV റേസ് എ പോളിട്രോപിക് പ്രോസസ്. ഓക്കെ, ദ പോളിട്രോപിക് പ്രോസസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് എ PV കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസോതെർമൽ പ്രോസസ്സാണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താണ് ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, ക്ലിയറൻസ് വോളിയം കൺസിഡർ ചെയ്യാതെ ഇവിടെ കൺസ്യൂം ചെയ്യുന്ന വർക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പ് പ്രോസസ് ആണെങ്കിലാണ് മിനിമം വർക്ക് കൺസംഷൻ എന്ന് വരുന്നത്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് അബ്സല്യൂട്ട്ലി ക്ലിയർ ആണ്. PV റേസ് ടു ഗാമ ഐസെൻട്രോപിക് പ്രോസസ്സാണ്. അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ കൂടുതലാണ്. പോളിട്രോപിക് പ്രോസസ് വെയർ ദ പോളിട്രോപിക് ഇൻഡെക്സ് ഈസ് ഇൻ ബിറ്റ്വീൻ
1 and polytropic index is in between 1 and adiabatic index 1.4 for an air. ഓക്കെ, അപ്പോൾ പോളിട്രോപ്പിക് ഇൻഡെക്സ് 1 പോളിട്രോപ്പിക് ഇൻഡെക്സ് 1 ആണെങ്കിൽ അത് ഐസോതെർമൽ പ്രോസസ് ആയിരിക്കും. ഓക്കെ, 1നും അഡിയാബാറ്റിക് ഇൻഡെക്സിനും ഇടയ്ക്കുള്ള ഒരു പോളിട്രോപ്പിക് പ്രോസസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊന്നും കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാഫിൽ നിന്ന് ക്ലിയർ ആണ് ഏറ്റവും കുറവ് പവർ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ വർക്ക് കൺസ്യൂമിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ്റഗ്രൽ നമ്മൾ ഡെറിവേഷൻ ചെയ്തതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ വി ഡി പി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. അപ്പോൾ ഏറ്റവും കുറവ് ഏരിയ ആർക്കാണ്, ഐസോതെർമൽ കംപ്രഷൻ ആകുമ്പോഴാണ് ചെറിയ ഏരിയ ഇവിടെ ഉണ്ടാവുക. ഓക്കെ, കുറഞ്ഞ ഏരിയ. ബാക്കി ഇത്രയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാമോ, ഈ പ്രോസസ്സ് ഐസോതെർമൽ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് കംപ്രഷൻ ഐസോതെർമൽ ആണെങ്കിൽ നമുക്ക് ഇത്രയും വർക്ക് കൺസപ്ഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ മോസ്റ്റ് ഐഡിയൽ പ്രോസസ് for the compression process എന്ന് പറഞ്ഞാൽ ഏതാണ്, ഐസോതെർമൽ കംപ്രഷൻ ആണ്. അപ്പോൾ ഈ ഐസോതെർമൽ കംപ്രഷൻ മാക്സിമം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എങ്ങനെയാണ് ആ കൂളിംഗ് കൊടുക്കുമ്പോൾ ഈ കംപ്രഷൻ വർക്ക് കുറയുന്നത്, കാരണം അവിടെ സ്പെസിഫിക് വോളിയം റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇതിനകത്ത് നിന്ന് ഓർത്തിരിക്കുക, ദ മോസ്റ്റ് ഐഡിയൽ പ്രോസസ് ഫോർ ദ കംപ്രഷൻ പ്രോസസ് ഈസ് ഐസോതെർമൽ. ദാറ്റ് മീൻസ് ഐസോതെർമൽ പ്രോസസ് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാം, by providing proper cooling system to the air compressor. Okay, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സിലും ഇൻഡിക്കേറ്റഡ് കംപ്രഷൻ വർക്ക്, അപ്പോൾ പോളിട്രോപ്പിക് പ്രോസസ് ആണെങ്കിൽ, ഓക്കെ, അപ്പോൾ ഒരു പോളിട്രോപ്പിക് പ്രോസസ് ആണെങ്കിൽ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട വർക്ക് എത്രയാണ്, n/n-1 into P1/V1 into P2/P1 all raised to n-1/n-1. ഇത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ ആണ്. ഓക്കെ, ദെൻ ഫോർ ആൻ അഡിയാബാറ്റിക് ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ, ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മൾ ഗ്രാഫ് കണ്ടതാണ്, ഏതാണ് 1 to 2 അതാണ് ഐസെൻട്രോപിക് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസെൻട്രോപിക് പ്രോസസ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ഈ എന്നിന് പകരം ഗാമ കൊടുത്താൽ മതി. സെയിം ഡെറിവേഷൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോ എന്ന് പറഞ്ഞാൽ PV/N ഈസ് എ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും സാറ്റിസ്ഫൈ ചെയ്യുന്ന ലോ എന്ന് പറഞ്ഞാൽ PV/γ ഈസ് എ കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം ഇൻ്റഗ്രേഷൻ. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി, നമ്മൾ ഫണ്ടമെന്റൽ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട്, അതായത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വി ഡി പി. ഓക്കെ, അപ്പോൾ അത് വെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ്ലി കിട്ടും. അതേപോലെ ഇവിടെ എന്നിന് പകരം ഗാമ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐസെൻട്രോപിക് പ്രോസസ്സിൽ കൺസ്യൂം ചെയ്യുന്ന വർക്ക് കിട്ടും, γ/γ-1 into P1/V1 into P2/P1 all raised to γ-1/γ-1. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് വാട്ട് അബൌട്ട് ദ വർക്ക് ഡൺ ഇൻ എ ഐസോതെർമൽ പ്രോസസ്. ഓക്കെ, ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ കൺസ്യൂം ചെയ്യുന്ന വർക്ക് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ഇതേപോലെ തന്നെ ഡെറൈവ് ചെയ്യാന്നേ ഉള്ളൂ, സെയിം എക്സ്പ്രഷൻ, അതായത് ഇൻ്റഗ്രൽ ഫോർ ആൻ ഐസോതെർമൽ വർക്ക് W ഈസ് ഈക്വൽ ടു വി ഡി പി. ഓക്കെ, വി ഡി പി. അപ്പോൾ ഇതിൽ വി എന്ന് പറയുന്നത്, വിക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ വിക്ക് P/C എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ കോൺസ്റ്റന്റ് ബൈ P into dP. ഓക്കെ, സോ ദ ഇൻ്റഗ്രൽ റിസൾട്ട് വി വിൽ ഗെറ്റ് എവിടെ തൊട്ടാണ് P1 to P2 ഹയർ. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ഇൻറ്റു ലോൺ P2/P1. ഓക്കെ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ലോൺ P കിട്ടും, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിനകത്ത് C എന്ന് പറയുന്നത് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. C എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് P1/V1. ഓക്കെ, ദാറ്റ് ഈസ് P1/V1 ലോൺ P2/P1. ഓക്കെ, ദിസ് ഈസ് എ മോസ്റ്റ് മിനിമം വർക്ക് ഇൻപുട്ട് ടു ദ കംപ്രഷൻ പ്രോസസ്. അപ്പം കംപ്രഷൻ പ്രോസസ്സിൽ ഏറ്റവും മിനിമം ആയിട്ട് വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്, ഐസോതെർമൽ വർക്ക് ഇൻപുട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ വി ഡി പി എടുത്തത്, സിൻസ് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സിസ്റ്റം. ഓക്കെ, മാസ് വരുന്നുണ്ട് പോകുന്നുണ്ട്, ഓപ്പൺ സിസ്റ്റം ആയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പറഞ്ഞാൽ എന്താണ് അഡിയാബാറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഇപ്പം ആക്ച്വലി 3 പ്രോസസ്സുകളാണുള്ളത്, അല്ലേ, 3 രീതിയിലുള്ള 3 ടൈപ്സ് ഓഫ് കംപ്രഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്, ഒന്ന് ഐസെൻട്രോപിക് കംപ്രഷൻ, രണ്ടാമത് പോളിട്രോപ്പിക് കംപ്രഷൻ, മൂന്നാമത്തെ ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എഫിഷ്യൻസീസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ വാട്ട് യു മീൻ ബൈ അഡിയാബാറ്റിക് എഫിഷ്യൻസി? It is defined as the ratio of isentropic work input to the actual work input. Okay, അപ്പോൾ ആക്ച്വൽ വർക്ക് ഇൻപുട്ടിൻ്റെയും ഐസെൻട്രോപിക് വർക്ക് ഇൻപുട്ടിൻ്റെയും ആക്ച്വൽ വർക്ക് ഇൻപുട്ടിൻ്റെയും അവിടെ റേഷ്യോയ്ക്കാണ് നമ്മൾ എന്താണ് അഡിയാബാറ്റിക് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ അഡിയാബാറ്റിക് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ഐസെൻട്രോപിക് വർക്ക് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്ന കംപ്രസർ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ?
Compressor efficiency എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. It compares the indicated work input to the isothermal work input to the compressor. നമുക്കറിയാം ഏറ്റവും മിനിമം വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ടു ദ indicated work input. Okay, so isothermal work, it is a ratio of isothermal work input to indicated work input. Okay, next നമ്മൾ isothermal efficiency എന്ന് പറയും. Okay, it compares the actual work done on the gas with the isothermal compression work. Okay, അപ്പോൾ ഇവിടെ ആക്ച്വൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് വിത്ത് ഐസോതെർമൽ കംപ്രഷൻ. ഇപ്പൊ ഇത് ഈ ഐസോതെർമൽ എഫിഷ്യൻസിയും കംപ്രസർ എഫിഷ്യൻസിയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണ്? ഇവിടെ കേസിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റഡ് വർക്ക് ഇൻപുട്ട് ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആണോ? അല്ല, ഇൻഡിക്കേറ്റഡ് വർക്ക് ഇൻപുട്ട് അല്ല വേണ്ടത്, നമുക്ക് ബ്രേക്ക് പവർ ആണ് ഇൻപുട്ട് ആയിട്ട് നമ്മൾ ആക്ച്വലി വരുന്നത്. ഓക്കെ, അപ്പം അടുത്ത നമ്മൾ ഐസോതെർമൽ എഫിഷ്യൻസി കൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് കമ്പേഴ്സ് ദ ആക്ച്വൽ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് വിത്ത് ഐസോതെർമൽ കംപ്രഷൻ വർക്ക്. ഓക്കെ, അതിനെയാണ് നമ്മൾ isothermal efficiency എന്ന് പറയുന്നത്. ഓക്കെ, സോ ഐസോതെർമൽ എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ് ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക് ഇൻപുട്ട്. ഓക്കെ, ആക്ച്വൽ വർക്ക് ഇൻപുട്ട്, ഐസോതെർമൽ വർക്ക് ഇൻപുട്ട് ഡിവൈഡഡ് ബൈ ആക്ച്വൽ വർക്ക്, അതിനാണ് ഐസോതെർമൽ എഫിഷ്യൻസി. ഇനി ഐസോതെർമൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ്? മെത്തേഡ്സ് ടു ഇംപ്രൂവ് ഐസോതെർമൽ എഫിഷ്യൻസി. ഓക്കെ, എങ്ങനെ കൂട്ടാം? ഒന്ന്, വാട്ടർ സ്പ്രേ, അതായത് കൂളിംഗ് പ്രോപ്പർ, ഒറ്റ മെത്തേഡേ ഉള്ളൂ, ബേസിക് കൺസെപ്റ്റ് സെയിം ആണ്. എന്താണ്? കൂളിംഗ്, പ്രോപ്പർ കൂളിംഗ്. അതായത് പ്രോപ്പർ കൂളിംഗ് നമ്മൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ വാട്ടർ സ്പ്രേ കൊടുക്കാം, വാട്ടർ ജാക്കറ്റ് കൊടുക്കാം, എക്സ്റ്റേണൽ ഫിൻസ് കൊടുക്കാം. ഓക്കെ, അപ്പം നോർമലി നമ്മൾ ടയർ എയർ ഫില്ല് ചെയ്യുന്ന അവിടത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എക്സ്റ്റേണൽ ഫിൻസ് ഉള്ള റെസിപ്രോക്കേറ്റിംഗ് പമ്പാണ്, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസേഴ്സ് ആണ്. ഓക്കെ, അതിൽ വാട്ടർ സ്പ്രേ ചെയ്യാം, അതേപോലെ വാട്ടർ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഇന്റർ കൂളേഴ്സ് കൊടുക്കുക. ഓക്കെ, അതായത് ഒരു ആദ്യമേ ഒന്ന് കംപ്രസ് ചെയ്യുക, ദെൻ ഒന്ന് കൂൾ ചെയ്യുക, അതിനുശേഷം പിന്നെ കംപ്രസ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇന്റർ കൂളേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ സ്യൂട്ടബിൾ സിലിണ്ടർ പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ ഏരിയ അല്ലെങ്കിൽ പെരിഫറൽ ഏരിയ കൂടുതൽ വരുന്ന രീതിയിൽ നമ്മുടെ ഇതിന്റെ സൈസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സിലിണ്ടറിന്റെ ഡയമീറ്ററും സ്ട്രോക്കും ഒക്കെ സെലക്ട് ചെയ്യാം. അപ്പം ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് ഐസോതെർമൽ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഐസോതെർമൽ എഫിഷ്യൻസി കൂട്ടുന്നത്? Because in order to minimize the work input. Okay, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് ക്ലിയറൻസ് വോളിയത്തെ കുറിച്ചാണ്. ഓക്കെ, ആക്ച്വലി എന്താണ് ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്? ഓക്കെ, ഇറ്റ് ഈസ് എ സ്പേസ് ലെഫ്റ്റ് ഇൻ ദ സിലിണ്ടർ വെൻ ദ പിസ്റ്റൺ റീച്ചസ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ. അതായത് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോൾ നമ്മൾ വർക്കിംഗ് കണ്ടീഷൻ പറഞ്ഞപ്പം സ്കിമാറ്റിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അതായത് പിസ്റ്റൻ നമുക്കറിയാം ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തുമ്പോഴാണ് കംപ്രഷൻ നടക്കുക, ആ ടൈമിലാണ് നമ്മൾ ഡിസ്ചാർജ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ടോപ്പ് ഡെഡ് സെൻറ്റർ എത്തി നിൽക്കുമ്പോൾ സിലിണ്ടർ ഹെഡുമായിട്ട് മേക്ക് ചെയ്യുന്ന ആ ചെറിയ സ്പേസിനാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാണ് ക്ലിയറൻസ് വോളിയം നമ്മൾ കൊടുക്കുന്നത്? ഓക്കെ, വാട്ട് ആർ ദ നെസസിറ്റീസ് ഓഫ് ദിസ് ക്ലിയറൻസ് വോളിയം? ടു അവോയ്ഡ് ദ പിസ്റ്റൺ സ്ട്രൈക്കിംഗ് ദ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിൽ പിസ്റ്റൺ സ്ട്രൈക്ക് ചെയ്യാൻ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു. അതേപോലെ സെക്കൻഡ് വൺ, ഇൻ ഓർഡർ ടു അക്കോമഡേറ്റ് ദ വാൽവ് ആക്ച്വേഷൻ ഇൻസൈഡ് ദ സിലിണ്ടർ ബിക്കോസ് ദ സക്ഷൻ ആൻഡ് ഡെലിവറി വാൽവ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ ക്ലിയറൻസ് വോളിയം. അപ്പോൾ സക്ഷൻ നടക്കാനും അതുപോലെ ഡെലിവറി നടക്കുമ്പോഴും വാൽവിലൂടെയാണ് വരുന്നത്. അപ്പോൾ വാൽവിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. അത് എവിടെ ആക്ച്വലി ഏതാണ്? ഈ ക്ലിയറൻസ് വോളിയം ആണ് ഈ വാൽവ് ആക്ച്വേഷന് വേണ്ടിയുള്ള സ്പേസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ അപ്പോൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഈ ക്ലിയറൻസ് വോളിയം നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഓക്കെ, എ കംപ്രസർ ഷുഡ് ഹാവ് സ്മോളസ്റ്റ് പോസിബിൾ ക്ലിയറൻസ് വോളിയം. ഏറ്റവും കുറഞ്ഞ ക്ലിയറൻസ് വോളിയമേ കംപ്രസർ കൊടുക്കാവുള്ളൂ. ബിക്കോസ് ദ കംപ്രസ്ഡ് എയർ ലെഫ്റ്റ് ഇൻ ദ ക്ലിയറൻസ് വോളിയം, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. അപ്പോൾ അതായത് നമ്മൾ കംപ്രസ് ചെയ്യുന്ന എയർ കംപ്ലീറ്റ് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഈ ക്ലിയറൻസ് വോളിയത്തിലുള്ള കംപ്രസ്ഡ് എയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് റീ എക്സ്പാൻഡ്. അപ്പോൾ നെക്സ്റ്റ് സക്ഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അബ്സോർവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, എയർ നമുക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യമേ ക്ലിയറൻസ് വോളിയത്തിലുള്ള എയർ റീ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അതിനുശേഷം മാത്രമാണ് സക്ഷൻ നടക്കുക. അപ്പോൾ ഇത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ റെഡ്യൂസ് ദ സക്ഷൻ കപ്പാസിറ്റി. ഇറ്റ് വിൽ റെഡ്യൂസ് ദി സക്ഷൻ കപ്പാസിറ്റി ഓഫ് വാട്ട്? റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. ഓക്കെ, then the ratio of clearance volume to septo volume is defined as clearance ratio or percentage of clearance. Okay, അപ്പോൾ അതായത് ക്ലിയറൻസ് വോളിയം ടു സെപ്റ്റോ വോളിയം.
ക്ലിയറൻസ് വോളിയം ടു സെപ്റ്റ് വോളിയം, അതിനെയാണ് നമ്മൾ ക്ലിയറൻസ് റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ടേം ആണത്. ക്ലിയറൻസ് വോളിയത്തിൻ്റെയും സെപ്റ്റ് വോളിയത്തിൻ്റെയും അവിടെ റേഷ്യോയ്ക്കാണ് നമ്മൾ ക്ലിയറൻസ് റേഷ്യോ അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ദ വാല്യൂ ഓഫ് ക്ലിയറൻസ് റേഷ്യോ മേ ബി വേരി ഫ്രം 2 to 10%. ആ ഒരു റേഞ്ചിലായിരിക്കും ഈ ക്ലിയറൻസ് റേഷ്യോ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ക്ലിയറൻസ് വോളിയത്തെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഫക്റ്റ് ഓഫ് ക്ലിയറൻസ് വോളിയമാണ് പറയുന്നത്. അപ്പോൾ ഈ ക്ലിയറൻസ് വോളിയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് വർക്കിനെ അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, the volume of air taken per stroke is less than the sept volume, thus the volumetric efficiency is decreases. അപ്പോൾ ഈ ക്ലിയറൻസ് വോളിയം കൊടുക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് റീ എക്സ്പാൻഷൻ ഓഫ് കംപ്രസ്ഡ് എയർ ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻസൈഡ് ദ സിലിണ്ടർ ഡ്യൂറിംഗ് ദ സക്ഷൻ സ്ട്രോക്ക്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മാക്സിമം എയർ ഫ്രഷ് എയറിനെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ റീ എക്സ്പാൻഷൻ നടക്കുന്നു. സോ ഇറ്റ് വിൽ റെഡ്യൂസ് ദ വോളിയോമെട്രിക് എഫിഷ്യൻസി ഓഫ് ദി കംപ്രസർ. ഓക്കെ, അൾട്ടിമേറ്റ്ലി അതാണ് ക്ലിയറൻസ് വോളിയം കൊണ്ട് നമുക്കുണ്ടാവുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പോൾ ഈ ക്ലിയറൻസ് ഇങ്ങനെ വോളിയോമെട്രിക് എഫിഷ്യൻസി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, മോർ പവർ ഇൻപുട്ട് ഈസ് റിക്വയർഡ് ടു ഡ്രൈവ് ദ കംപ്രസർ ഫോർ ദ സെയിം പ്രഷർ റേഷ്യോ ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ വോളിയം ടു ബി ഹാൻഡിൽഡ്. നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട വോളിയം കൂടുന്നത് കൊണ്ട് നമ്മുടെ സെയിം പ്രഷർ റേഷ്യോ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മോർ പവർ നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടി വരും. ഓക്കെ, ദ മാക്സിമം കംപ്രഷൻ പ്രഷർ ഈസ് കൺട്രോൾഡ് ബൈ ദ ക്ലിയറൻസ് വോളിയം. അപ്പോൾ ക്ലിയറൻസ് വോളിയം ആണ് എത്ര പ്രഷർ വരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫാക്ടറായിട്ട് ഈ ക്ലിയറൻസ് വോളിയം അവിടെ അപ്ലൈ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊരു മെയിനായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ് ഈ ക്ലിയറൻസ് വോളിയത്തിൻ്റെ എഫക്റ്റ് ഓഫ് ക്ലിയറൻസ് വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ വർക്ക് ഇൻപുട്ടിൽ ഇൻഡിക്കേറ്റഡ് കംപ്രഷൻ വർക്ക് വിത്ത് ദ ക്ലിയറൻസ് വോളിയം, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് ഡെറിവേഷനായിട്ട് നോർമലി ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ എഫക്റ്റുകൾ നോക്കാം. അപ്പോൾ ആദ്യമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ P1 നമ്മൾ ആദ്യം വോളിയം സക്ഷൻ നടന്നു. ഓക്കെ, അപ്പോൾ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റിലെത്തി, D2 എന്ന് പറഞ്ഞ സക്ഷനാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ കംപ്രഷൻ നടത്തി. ഓക്കെ, കംപ്രഷൻ നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ പോളിട്രോപ്പിക് ഇൻഡക്ഷൻ, ഇറ്റ്സ് എ പോളിട്രോപ്പിക് പ്രോസസ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കംപ്രസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഡെലിവറി നടത്തണം, 2 to 3 ഡെലിവറി നടത്തി. Then due to the clearance volume, what is the clearance volume? It is the V3 is the clearance volume, right? അപ്പോൾ അത്ര വോളിയം ഹൈ പ്രഷറിലുള്ള വോളിയം നമ്മുടെ അവിടെ സ്റ്റോർ ചെയ്തിരിക്കാം, ക്ലിയറൻസ് വോളിയം സ്പേസിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അത് എന്ത് ചെയ്യണം, അടുത്ത സെക്ഷൻ നടക്കുമ്പോൾ നെക്സ്റ്റ് സൈക്കിളിൽ സെക്ഷൻ നടക്കുമ്പോഴത്തെ ആദ്യമേ റീ എക്സ്പാൻഷൻ ഉണ്ടാവും. അതായത് ആക്ച്വലി V3 to V4 എന്ന് പറഞ്ഞാൽ ഒള്ളി റീ എക്സ്പാൻഷൻ പ്രോസസ്സാണ്. അവിടെ നമുക്ക് ഫ്രഷ് ചാർജ് കിട്ടുന്നില്ല. ഒള്ളി V4 to V1 ആണ് നമുക്ക് എന്ന് നടക്കുന്നത്, ഫ്രഷ് ചാർജിന് നമുക്ക് സെക്ഷൻ നടക്കുന്നു. ഓക്കെ, അപ്പോൾ ക്ലിയറൻസ് ഇല്ലായിരുന്നെങ്കിൽ, ആക്ച്വലി ക്ലിയറൻസ് എഫക്റ്റ് ഇല്ലായിരുന്നെങ്കിൽ, ഇവിടെ കംപ്രസ്ഡ് എയർ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി V3 to V1 എന്ന് പറഞ്ഞ വോളിയം നമുക്ക് ആക്ച്വലി മാക്സിമം പോസിബിൾ ആയിട്ട് നമുക്ക് സക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആയിരുന്നു. ഓക്കെ, ബട്ട് ഇവിടുത്തെ കേസിൽ ഇവിടെ ഈ ഒരു എഫക്റ്റ് ഉള്ളതുകൊണ്ട്, ഈ റീ എക്സ്പാൻഷൻ എഫക്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് 4 to 1 മാത്രമാണ് ഫ്രഷ് എയറിനെ സക്ഷൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പം എഫക്റ്റീവ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത് V1 - V4 ആണ്. ഇതാണ് എഫക്റ്റീവ് സെപ്റ്റ് വോളിയം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ റീ എക്സ്പാൻഷൻ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ വർക്ക് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് നമ്മളിവിടെ കൊടുക്കേണ്ട വർക്ക് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡഡ് ഏരിയ മാത്രമാണ്. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ റീ എക്സ്പാൻഷൻ നമുക്ക് വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക റീ എക്സ്പാൻഷൻ നടക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പക്ഷേ വർക്കിൻ്റെ കേസിൽ ഈ മിനിമം അപ്പോൾ എത്ര വർക്കാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, ടോട്ടൽ ഏരിയ, അതായത് D12E. ഓക്കെ, അതാണ് ടോട്ടൽ ഏരിയ. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ റീ എക്സ്പാൻഷൻ്റെ വർക്ക് നമുക്ക് അതിനകത്ത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായിരിക്കും നമ്മൾ എഫക്റ്റീവായിട്ട് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട വർക്ക്. ഓക്കെ, അപ്പോൾ ഈ വർക്ക് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഏത് ഏരിയ ആണ്, D43E എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഏത് ഏരിയ ആണ്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് ഇത് ഏരിയ ഓഫ്, ഓക്കെ, ടോട്ടൽ വർക്ക് ഇൻപുട്ട് വേണ്ടത് ഏരിയ ഓഫ് D12E മൈനസ് ഏരിയ ഓഫ് D43E. ഓക്കെ, അപ്പോൾ ഈ ഏരിയയുടെ ഡിഫറൻസ് ആയിരിക്കും ആക്ച്വലി നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ട ഷെയ്ഡഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Okay, first of all, the indicated work done is given by the area 1, 2, 3, 4, 1 on PV diagram. Okay, അപ്പോൾ ആ ഇൻഡിക്കേറ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, 1, 2, 3, അപ്പോൾ അതാണ് ആ സൈക്കിൾ. ഓക്കെ, ഇതാണ് നമ്മൾ ആ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞത്. അത് 1, 2, 3, 4 അതാണ് ആ ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞത്. ഷെയ്ഡഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ 1, 2 ED -
3D4 എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ കംപ്രഷനിലെ കർവിന് താഴെ വരുന്ന ഏരിയ, ഇത് എക്സ്പാൻഷന് താഴെ വരുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ കംപ്രഷനിൽ താഴെ വരുന്ന ഏരിയ നമുക്ക് ഓൾറെഡി നമ്മുടെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇന്റഗ്രൽ VdP വെച്ച് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. എവിടം തൊട്ട് എവിടം വരെ ദ പ്രഷർ ചേഞ്ച് P1 to P2. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രഷൻ ഇൻഡെക്സ് ആണ്. പോളിട്രോപ്പിക് എക്സ്പാൻഷനിൽ കംപ്രഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റിലേഷൻ കിട്ടും. സിമിലർലി നമുക്ക് വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ, അത് നമുക്ക് ഇതേപോലെ കണ്ടുപിടിക്കാം. ബട്ട് അവിടെ ഇൻഡെക്സ് എങ്ങനെയാണ് വരിക? എക്സ്പാൻഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പാൻഷൻ ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ P3/P4 എന്ന് പറഞ്ഞു. P3/P4ൽ P4ഉം P1ഉം ഈക്വൽ ആണ്, P3ഉം P2 ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ the work produced by the expansion is equal to Ne divided by Ne minus 1 P1 into V4 into P2/P1 all raised to Ne minus 1 by Ne. ഓക്കെ, അവിടെ Ne എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ പോളിട്രോപ്പിക് ഇൻഡെക്സ് ആണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് ആണ് ആക്ച്വലി എന്ത്? നെറ്റ് വർക്ക് ഓഫ് കംപ്രഷൻ എന്ന് പറയും. നെറ്റ് വർക്ക് ഓഫ് കംപ്രഷൻ Win is equal to NC minus 1 P1 V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കംപ്രസറിലേക്ക് വരുമ്പോൾ ഉള്ള വോളിയമാണ്. ഓക്കെ, ഇനിഷ്യേറ്റിംഗ് ബിഗിനിങ് ഓഫ് ദ കംപ്രഷൻ പ്രോസസ് V1. V4 എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? റീ എക്സ്പാൻഷൻ കഴിഞ്ഞിട്ടുള്ള വോളിയമാണ്, റീ എക്സ്പാൻഷൻ കഴിഞ്ഞ് വരുന്ന വോളിയമാണ്. ഓക്കെ, അപ്പം ഇതെങ്ങനെ ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് കംപ്രഷൻ വർക്ക് കിട്ടും. ഓക്കെ, ദെൻ ഇതിൻ്റെ കേസിൽ നമ്മൾ പിന്നെ സ്പെഷ്യൽ കേസ് പറയാണ്. ഇഫ് ദ കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ ഇൻഡിസസ് ആർ സെയിം ആണെങ്കിൽ നമുക്ക് അതിനെ ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം. N/N-1 P1 V1 minus V4. കണ്ടോ, അപ്പോൾ ഇവിടെ ആക്ച്വലി ആ ഒരു റീ എക്സ്പാൻഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഒരു നെഗറ്റീവ് ഈ വരുന്നൊരു പാർട്ട് നമുക്ക് ഉണ്ടാവില്ലായിരുന്നു നോർമൽ വർക്കിൽ. അപ്പോൾ ആക്ച്വലി ഇവിടെ വർക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വർക്ക് ഇൻപുട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, V1 ഈ വർക്ക് ഇൻപുട്ട് റെഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആക്ച്വലി നമുക്ക് ആ കംപ്രസറിന്റെ പ്രോപ്പർ ഫംഗ്ഷൻ എന്ത് ചെയ്തു? റെഡ്യൂസ് ചെയ്തു. അതായത് വോളിയം ഹാൻഡ്ലിംഗ് എബിലിറ്റി കുറഞ്ഞു. ഓക്കെ, വോളിയോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഒരു ക്രൂഷ്യൽ ഫാക്ടർ അവിടെ റെഡ്യൂസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, so the net work input is equal to, if the compression and expansion polytropic index are same, then N/N-1 into P1 V1 minus V4 into P2/P1 all raised to N minus 1 by N minus 1. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിനെ ബേസ് ചെയ്ത് ക്ലിയറൻസ് വോളിയം ആൻഡ് എഫക്റ്റ് ഓഫ് ക്ലിയറൻസ് വോളിയം, then the work input, how depending the clearance volume on work input to the reciprocating compressor. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കംപ്രസറിൻ്റെ ബാക്കി പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.